വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന് ശാപമോക്ഷമുണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമാകുന്നു. സ്തംഭന പരിഹാരത്തിന് മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങിയതിന്റെ തുടർച്ചയായി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം. രാജേഷ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ സബ്മിഷനാണ് മന്ത്രിയുടെ മറുപടി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ക്വാളിറ്റി കൺട്രോൾ എറണാകുളം, ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, ബിൽഡിംഗ്, സെൻട്രൽ സർക്കിൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ എന്നിവർ ഉൾപ്പെട്ട സമിതിയെയാണ് നിയോഗിച്ചത്. ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സർക്കാർ പരിശോധിച്ചു വരുന്നു. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. കഴിഞ്ഞ വർഷം UAE വിദേശ വാണിജ്യ മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സയൂദിയുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തുകയും പദ്ധതി പൂർത്തീകരണത്തിന് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രളയ അതിജീവനത്തിനായി ഭവന സമുച്ചയവും ആശുപത്രിയും നിർമ്മിച്ചു നൽകാമെന്ന് UAE റെഡ് ക്രസന്റ് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. അതിനിടെ ഫ്ളാറ്റ് അഴിമതി കേസിൽ CBI വിജിലൻസ് അന്വേഷണങ്ങൾ സ്തംഭിച്ചതോടെ കോടികളുടെ അഴിമതി നടത്തിയവർക്ക് നാട്ടിൽ സുഖവാസമാണ്. UAE ആസ്ഥാനമായ ജീവകാരുണ്യ സംഘടന റെഡ് ക്രസന്റ് ഭൂമി ഭവനരഹിതർക്കായി ഫ്ളാറ്റ് നിർമ്മിക്കാൻ നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി രൂപയും കമ്മീഷനായി നൽകിയെന്ന് കരാറുകാരൻ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ സമ്മതിച്ചിരുന്നു. കേസിൽ കമ്മീഷൻ വാങ്ങിയെന്ന് കരുതുന്നവരെല്ലാം വമ്പൻ സ്രാവുകളാണ്. അതുകൊണ്ട് തന്നെ കേസന്വേഷണവും അട്ടിമറിയുടെ വക്കിലാണ്. പ്രവർത്തനങ്ങളിൽ ചട്ടലംഘനങ്ങളും അഴിമതിയും നടന്നതായും വിദേശ രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ അട്ടിമറിച്ചതായും ആരോപിച്ച് മുൻ MLA അനിലക്കര വിജിലൻസ് ഡയറക്ടർ പരാതി നൽകിയതോടെയാണ് ഫ്ളാറ്റ് വിവാദത്തിലേക്ക് വഴിമാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മന്ത്രി AC മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, ലൈഫ് മിഷൻ മുൻ CEO UV ജോസ്, UAE കോൺസുലേറ്റ് മുൻ ജനറൽ അറ്റാഷെ, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവർക്കെതിരെയായിരുന്നു പരാതി. ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസിനെ സമ്മർദ്ദത്തിലാക്കിയാണ് ഫയലുകളിൽ ഒപ്പിടിവിച്ചതെന്നും ആരോപിച്ചിരുന്നു. കെട്ടിട നിർമ്മാണം ആരംഭിച്ച ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് ലൈഫ് മിഷനെ എസ്റ്റിമേറ്റ് നൽകിയതെന്നും അനിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 468, 469, 463 പ്രകാരം നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ആവശ്യം. പരാതി മാസങ്ങളോളം അധികൃതർ ഫ്രീസറിൽ വെച്ചു. ഇതിനെ തുടർന്ന് അനിൽ CBIക്ക് പരാതി നൽകി. CBI അന്വേഷണം ഏറ്റെടുക്കുമെന്ന് ഉറപ്പായതോടെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നീട് കണ്ടത് വിജിലൻസിന്റെ മിന്നൽ വേഗ നടപടികളാണ്. ഫ്ളാറ്റിൽ പരിശോധന, UV ജോസ്, സന്തോഷ് ഈപ്പൻ, ലൈഫ് മിഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കൽ എന്നിവയെല്ലാം അതിവേഗം നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിലെത്തി അന്നത്തെ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ്, സെക്രട്ടറി മുഹമ്മദ് അനസ് എന്നിവരുടെ മൊഴിയെടുത്തു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പിടിച്ചെടുത്തു. ഫ്ളാറ്റിന്റെ ബലപരിശോധനയും പൂർത്തിയാക്കി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ക്വാളിറ്റി കൺട്രോളർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഫലപരിശോധന. ഇതിന്റെ റിപ്പോർട്ട് കാണാമറയത്താണുള്ളത്. ഇത് ലഭിക്കാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ഇത് കേസ് അട്ടിമറിക്കാനുള്ള സംഘടിത നീക്കമാണെന്നാണ് ആരോപണം. ഇതിനിടയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. വ്യവഹാര നടപടികൾ പൂർത്തിയാകാതെ എങ്ങനെ നിർമ്മാണം ആരംഭിക്കുമെന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് വീണ ന്യൂസ്.